സ്വർണ്ണ വില 40,000 40,000? ഈശ്വര, ഈ പോക്കാണ് അപ്പനും അമ്മയും കുറച്ചാൾ കഴിയുമ്പോ എങ്ങനെ മക്കളെ കെട്ടിച്ചു വിടും? മമ്മി, എന്താ? സ്വർണ്ണ വില 40,000 അടുക്കട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഈ പുരുഷനും സ്ത്രീക്കും തുല്യ നീതി, തുല്യ സമത്വം എന്നൊക്കെയല്ലേ പറയുന്നേ? അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 20 പവന്റെ സ്വർണം അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ തിരിച്ചൊരു 20 പവന്റെ സ്വർണം അവർക്ക് ഇങ്ങോട്ട് തരാനായിട്ടുള്ളൊരു കടമയില്ലേ? അങ്ങനെ നിയമപ്രകാരം ആണെങ്കിൽ എനിക്ക് സ്ത്രീധനം വേണ്ട, എനിക്ക് സ്ത്രീധനം വേണ്ട എന്നൊക്കെ പുരുഷന്മാര് പറഞ്ഞേനെ. അങ്ങനെ ആ സ്ത്രീധന സമ്പ്രദായം നിന്നും പോയേനെ. അത് സത്യവാ. ഹലോ ഹലോ ഹലോ, സുമയല്ലേ? അതെ, ഇതാരാ? സുമയ, ഞാനേ ലൈമാൻ ചന്ദ്രൻ. എന്താ ചന്ദ്രേട്ടാ? സുമയുടെ ഒരു പീസ് എന്റെ കയ്യിലുണ്ട്. അയ്യോ, കാലമാടാ, അത് ഡിലീറ്റ് ചെയ്ത് കളയടാ. ഈ പ്രകൃതി ഭംഗി, നേച്ചർ, അതിന്റെ സൗന്ദര്യം ഒരിക്കലും ഒരാൾക്ക് മറ്റൊരാളെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ കണ്ടു തന്നെ ആസ്വദിക്കണം. ശരിക്കും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജനലിനടുത്ത് കണക്ക് പരീക്ഷ എഴുതായിരിക്കണം. എന്റെ പൊന്നോ, ഇന്നേ വരെ കാണാത്ത കാഴ്ചകളൊക്കെ പിന്നെ കാണുന്നത്. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. പാട്ടും പാടി ഇതും തൂക്കി പിടിച്ച് എവിടെ പോവാ? സ്കൂട്ടർ കേടായി പോയി, ഞാൻ കവല വരെ പോവാ. ആഹാ, ഇതിനു മുമ്പ് ഇതേ പോയിട്ടുള്ളതാണോ? അല്ല, ആദ്യമായിട്ടാ? അയ്യോ, എന്നാ ഒരു മിനിറ്റ്, ഞാൻ ആ 101 ആംബുലൻസ് ഒന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷം പോയാ പോരെ? ഇത് 101 ആംബുലൻസ് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കിതൊക്കെ സിമ്പിൾ ആണ്. ആണോ? എന്നാ ഓടിപ്പോയിട്ട് വാ. പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ. നിന്നെ നിന്റെ അനിയന്മാരെ ഇനി അടിക്കും ഞാൻ. ഒരുത്തരം എന്റെ നേരത്ത് വിടില്ല. കൂലിത്തല്ലുകാരോ ഇരുട്ടടിക്കാരോ ഉണ്ടെ കൊണ്ടുവാ, നോക്കാം നോക്കാം. നിന്റെ ഭാഗ്യത്തിണ്ടോ പഴം തല്ലിട്ടുണ്ടോ? എന്നാ പിന്നെ ശരിയടാ. അയ്യോ, വെക്കല്ലേ. എന്താടാ? ഒരു ഉമ്മതാടി. അയ്യോ, അമ്മയുണ്ടടാ. ആരാടി ഫോണില്? അയ്യോ, അത് ഓൺലൈൻ ക്ലാസ് ആമേ. കുട്ടി, ഞാൻ ചോദിച്ചതിന് ആൻസർ താ. ആ മാഷ് ചോദിക്കുന്ന കേട്ടില്ലേ? നിനക്കത് കൊടുത്തുകൂടാ? എന്നാ കൊറേ നേരം ആയില്ലെങ്കിൽ പോന്നിട്ട് ഇവിടുന്ന് അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. പഠിക്കുവാണോ? പഠിക്കുമായിരുന്നു. ആണോ? നാളെ പരീക്ഷയാന്നുള്ള കാര്യം മറക്കാതിരുന്ന നല്ലതാ കേട്ടോ. പഠിക്കുവാണല്ലോ അല്ലേ? എന്നാ ശരി, എന്നാ വേഗം ഇരുന്ന് പഠിക്കേ. ഞാനങ്ങ് പോവാ. അതിനവിടെ ഒരു വെളിച്ചം. അറിവിന്റെ വെളിച്ചമാ മമ്മി. ആണോ? എന്നാ ഞാൻ ആ അറിവിന്റെ വെളിച്ചം പപ്പാനെയും കൂടി ഒന്ന് വിളിച്ച് കാണിക്കട്ടെ. അയ്യോ വേണ്ട, പ്ലീസ് പ്ലീസ്. വേണ്ട, അറിവിന്റെ വെളിച്ചം പപ്പായോടെ കണ്ടിരിക്കണ്ടേ? വേണ്ട, വെളിച്ചം പപ്പ കാണണ്ട. എന്നാ ശരി, ഞാൻ കാര്യം തീരുമാനം ഉണ്ടാക്കി തരാം. ജീവിതത്തിൽ ഒരിക്കലും